അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് ഭൗമ രഹസ്യങ്ങൾ തേടി എന്നുള്ളതാണ്. ഭൗമ രഹസ്യങ്ങൾ തേടി. ഓക്കെ, അതില് ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പഠിച്ചോണേ, പേനങ്. പേനങ് 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 സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്നാണ്. പേനങ് സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. അപ്പം പേനങ് സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് എന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അടുത്ത നമ്മൾ ഒരു ഉപകരണത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഉപകരണത്തിന്റെ പേരാണ് ഓക്സി ബോക്സ്. എന്താണ്? ഓക്സി ബോക്സ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പേരാണ് ഓക്സി ബോക്സ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോണേ. പേനങ് സ്വർണ്ണഖനി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലാണ് എന്ന് ഓർത്തോണം. ഈ സ്വർണ്ണഖനിയുടെ പേരെന്താണ്? പേനങ്. പേനങ്. ഓക്കെ അല്ലെ? ഇനി ഓക്സി ബോക്സ് എന്നത് ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ് എന്ന് ഓർത്തോണം കേട്ടോ. ഓക്സി ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമ്മൾ ധരിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് എന്ത്? ഓക്സി ബോക്സ്. ഓക്സി ബോക്സ്. ഓക്കെ, ഇനി ഭൂമിയിൽ ആഴം കൂടുന്നതനുസരിച്ച് താപത്തിനും മർദ്ദത്തിനും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്ത് മാറ്റമുണ്ടാകും? താപവും മർദ്ദവും കൂടും എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? മർദ്ദം കൂടും അല്ലെ? ചില ആളുകൾക്ക് പറയുന്ന കേട്ടില്ലേ, ഈ പറയുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് ചെവിക്കൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, കാരണം അതെന്താണ്? മർദ്ദം കൂടുന്നതാണ്. അപ്പം ആഴം കൂടുന്നതനുസരിച്ച് താപവും മർദ്ദവും എന്ത് ചെയ്യും? കൂടും എന്ന് ഓർത്തോണം. 3 പോയിന്റ് സെറ്റാണോടെ. പേനങ് സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് അല്ലെ? ഇനി ഭൂമിയിൽ നിന്ന് വഹിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും അല്ലെ രക്ഷ നേടാനായിട്ടുള്ള ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പേരാണ് ഓക്സി ബോക്സ്. ഇനി ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. താപവും മർദ്ദവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ഇനി അടുത്തത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർത്തോണം. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇരുമ്പ് ഉരുകി തുടങ്ങുന്നതിനുള്ള താപനില 1538 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അതായത് ഭൂമിയുടെ എന്താണ് കേന്ദ്രഭാഗത്ത് 5000 ഡിഗ്രി സെൽഷ്യസ് എന്നതുണ്ട്, താപനിലയുണ്ട്. മനസ്സിലായി? അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനാണ് നമുക്കിവിടെ എന്ത് തന്നേക്കുന്നത്? ഇരുമ്പ് ഉരുകി തുടങ്ങുന്നതിനുള്ള താപനില 1538 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ഏകദേശം പറഞ്ഞാൽ അതിന്റെ ഒരു 4-5 ഇരട്ടിയാണ് ഭൂമിയുടെ കേന്ദ്രത്തിലെ താപനില എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ കേട്ടോണേ, ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറംതോടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കം SCRT ചാപ്റ്ററിനകത്ത് ഒരു പിക്ക് ഉണ്ട്, മനസ്സിലായില്ലേ? അതായത് ഏകദേശം ആ പിക്ക് ഇതുപോലിരിക്കും. മനസ്സിലായില്ലേ? അതിലെ ഇത് ഭൂമിയെ മുറിച്ച് ചെയ്യാൻ വെച്ചേക്കാണ് എങ്കിൽ ഇതിന്റെ ഏറ്റവും പുറമേ ഉള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ നേർത്ത പുറന്തോട്, ഏറ്റവും പുറത്തുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഭൂവൽക്കം എന്നാണ്. എന്ത് വിളിക്കും? ഭൂവൽക്കം. ഇനി ഓർത്തു വെച്ചോണം, ഒരു ഫാക്റ്റായിട്ട് തന്നെ പഠിക്കണം. ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 40 കിലോമീറ്റർ ആണ്. മനസ്സിലായോ? ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? ഒരു 40 കിലോമീറ്റർ ആണ് എന്ന് ഓർത്തോണം. 40 കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തിന്റെ കനം. 40 കിലോമീറ്റർ. അപ്പൊ ആ 2 പോയിന്റ് സെറ്റ് ആണ്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട് ഏത് പേരിൽ അറിയപ്പെടും? ഭൂവൽക്കം എന്ന പേരിൽ അറിയപ്പെടും അല്ലെ? ആ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 40 കിലോമീറ്റർ ആണ്. എത്രയാണ്? 40 കിലോമീറ്റർ. ഓക്കെ, ഇനി നോക്കണേ, നമ്മുടെ ഈ ഭൂവൽക്കത്തെ നമുക്ക്
വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും തിരിക്കാം. മനസ്സിലായോ? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഇനി വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നുമാണ്. ഓക്കെ, അപ്പൊ വൻകര ഭൂവൽക്കത്തെ ഏത് പേരിൽ അറിയപ്പെടും? സിയാൽ എന്ന് അറിയപ്പെടും. സമുദ്ര ഭൂവൽക്കത്തെ ഏത് പേരിൽ അറിയപ്പെടും? സിമ എന്ന് അറിയപ്പെടും. മനസ്സിലായോ? ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. വൻകര ഭൂവൽക്കത്തിൽ ഉള്ള ധാതുക്കളുടെ പേരിൽ നിന്നാണ് നമുക്ക് അടങ്ങിയിരിക്കുന്ന ധാതുക്കളിൽ നിന്നാണ് സിയാൽ എന്ന പേര് ലഭിച്ചത്. സമുദ്ര ഭൂവൽക്കത്തിലുള്ള ധാതുക്കളുടെ പേരിൽ നിന്നാണ് നമുക്ക് സിമ എന്ന പേരും ലഭിച്ചത്. മനസ്സിലായോ? അപ്പൊ നോക്കാം, വൻകര ഭൂവൽക്കത്തിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്തൊക്കെയാണ്? സിലിക്ക, അലൂമിനിയം. മനസ്സിലായോ? അപ്പൊ ഈ സിലിക്ക, അലൂമിനിയ എന്നിൽ നിന്നാണ് നമുക്ക് എന്ത് പേര് ലഭിച്ചത്? സിലിക്ക, അലൂമിന എന്നിൽ നിന്നാണ് നമുക്ക് ഏത് പേര് ലഭിച്ചത്? സിയാൽ എന്ന പേര് ലഭിച്ചത്. സിയാൽ. മനസ്സിലായോ? അപ്പൊ സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്ക, അലൂമിന എന്നിവയിൽ നിന്നാണ് ഏത് പേരുണ്ടായത്? സിയാൽ എന്ന പേര് ഉണ്ടായത്. അപ്പൊ വൻകര ഭൂവൽക്കത്തെ നമ്മൾ എന്തറിയപ്പെടുന്നു? സിയാൽ എന്ന് അറിയപ്പെടുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്കയും അലൂമിനയുമാണ്. മനസ്സിലായോടെ? ഇനി സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സീമ എന്ന് വിളിക്കും. സീമ. ഇനി ആ സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് ഏതൊക്കെ? സിലിക്കയും മഗ്നീഷ്യവും. ഏതൊക്കെയാണ്? സിലിക്കയും മഗ്നീഷ്യവും. അപ്പൊ ഇത്രയും കാര്യം ഒന്നുകൂടെ നിങ്ങൾ പഠിച്ചേ. പേനങ്ക് സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ് പേനങ്ക് സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്നത്. പേനങ്ക് സ്വർണ്ണക്കനി, ദക്ഷിണാഫ്രിക്ക. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പേരെന്താണ്? നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഓക്സിബോക്സ്. എന്താണ്? ഓക്സിബോക്സ്. ഇനി ആഴം കൂടുന്നതനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു എന്ന് ഓർത്തോളുക. ആഴത്തിനനുസരിച്ച് മർദ്ദവും താപവും എന്ത് ചെയ്യും? ഇവിടെ കൂടും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശം താപം എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഇരുമ്പ് ഉരുകി തുടങ്ങുന്നതിന് എത്ര ഡിഗ്രി സെൽഷ്യസ് മതി? 1538 ഡിഗ്രി സെൽഷ്യസ് മതി. അതായത് ഇരുമ്പ് ഉരുകുന്നതിന് ആവശ്യമായ താപനിലയുടെ ഏകദേശം 4-5 ഇരട്ടി ആണ് എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ താപനില എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട് ഏത് പേരിൽ അറിയപ്പെടും? ഭൂവൽക്കം എന്ന പേരിൽ അറിയപ്പെടും. ഭൂവൽക്കം അല്ലെ? ആ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 40 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഭൂവൽക്കത്തെ നമുക്ക് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും തിരിക്കാം. അതിൽ വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സിമ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ആ പേര് എവിടെ നിന്ന് കിട്ടി? അതിലുള്ള ധാതുക്കളിൽ നിന്നാണ് ആ പേര് കിട്ടിയത്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ എന്തൊക്കെയാണ്? സിലിക്കയും അലൂമിനയുമാണ്. ആ സിലിക്ക, അലൂമിന എന്നതിൽ നിന്ന് സിയാൽ എന്ന പേര് ലഭിച്ചെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തിൽ എന്തൊക്കെയാ? സിലിക്കയുണ്ട്, പകരം അടുത്ത അലൂമിനയ്ക്ക് വരാവുന്നത് മഗ്നീഷ്യം. അപ്പം സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരെന്താണ്? സിമ എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ. യെസ്. അപ്പം SCRT ചാപ്റ്റർ നമുക്ക് കുറെ തീരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിടിക്കാൻ പറ്റും ഇത് തീർന്നു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ മൂന്നാമത്തെ SCRT ചാപ്റ്റർ ആണ് ഇപ്പൊ പോകുന്നത്. 2 എണ്ണം എന്തായിരുന്നു? മധ്യകാല ഇന്ത്യ ചരിത്രമായിരുന്നു. അത് നിങ്ങൾ റിവൈസ് ചെയ്തോണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ റിവിഷൻ തരും, എങ്കിലും നിങ്ങളോട് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തോണം. ഓക്കെ, നമുക്ക് വാക്യം വായിക്കാം. യെസ്. അപ്പം അടുത്തത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളിയാണ് എന്നു പറയുന്നത് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് വരുന്ന അടുത്ത പാളിയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്?
മാന്റിൽ എന്ന് വിളിക്കുന്നത്. ഭൂവൽക്കത്തിന് താഴെ തുടങ്ങി, ഭൂവൽക്കത്തിന് താഴെ തുടങ്ങി, മനസ്സിലായി, ഭൂവൽക്കത്തിന് താഴെ തുടങ്ങി ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് എന്നുള്ളത് മാന്റിൽ ഉള്ളത്. മനസ്സിലായ, ഭൂവൽക്കപാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് എന്നുള്ളത് മാന്റിൽ ഉള്ളത്. അപ്പം ആദ്യത്തെ പാളി, ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം, നേർത്ത പുറന്തോട്. കാരണം അവിടെ 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിക്നെസ്, അതുകൊണ്ട് അതിനെ നമ്മൾ നേർത്ത പുറന്തോട് എന്ന് വിളിച്ചു. അതിന്റെ പേര് ഭൂവൽക്കം. ഭൂവൽക്കം കഴിഞ്ഞാൽ മാന്റിൽ. മാന്റിൽ എന്ന് പറയുന്നത് ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ, 2900 കിലോമീറ്റർ വരെ എന്ത് വ്യാപിച്ച് കിടക്കുന്നതേ, മാന്റിൽ വ്യാപിച്ച് കിടക്കുന്നു. ഇനി മാന്റിലിന്റെ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ഉപരി മാന്റിൽ, രണ്ട് അധോ മാന്റിൽ. ഇതൊക്കെയാണ് ഉപരി മാന്റിലും അധോ മാന്റിലും. നമ്മൾ ഭൂവൽക്കത്തെ വൻകരാ ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും തിരിച്ചതുപോലെ മാന്റിലിനും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്, ഉപരി മാന്റിലും അധോ മാന്റിലും. എന്തൊക്കെയാണ്? ഉപരി മാന്റിലും അധോ മാന്റിലും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർത്തോണം, ഇതിൽ ഉപരി മാന്റിൽ എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ഖരാവസ്ഥയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉപരി മാന്റിൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപരി മാന്റിൽ സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. ഓക്കെ, ഇനി ഈ ഉപരി മാന്റിൽ നിർമ്മിതമായിരിക്കുന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് എന്ന് ഓർത്തോണം. അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണ്, സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയുന്നു, ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള പാളിയാണ് മാന്റിൽ. മാന്റിലിന്റെ രണ്ട് ഭാഗങ്ങൾ ഉപരിമാന്റിലും അധോമാന്റിലുമാണ്, അല്ലെ? അതിൽ ഉപരിമാന്റിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ്. ഖരാവസ്ഥയിലാണ് ഉപരിമാന്റിൽ ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? ഇനി ഉപരിമാന്റിലിന് തൊട്ട് താഴെയായിട്ട് ആര് സ്ഥിതി ചെയ്യുകയാണ്? നമ്മുടെ അധോമാന്റിൽ സ്ഥിതി ചെയ്യുകയാണ്. അധോമാന്റിൽ പക്ഷേ ഖരാവസ്ഥയിലല്ല, അത് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് എന്ന് ഓർത്തോണം. മനസ്സിലായോ? അധോമാന്റ് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ രണ്ട് പോയിന്റ് കിട്ടിയോ? ഉപരിമാന്റിൽ ഏത് അവസ്ഥയിലാണ്? ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ്, സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇനി ഈ എന്തോന്നാണ്? ഉപരിമാന്റിലിന് തൊട്ട് താഴെയായിട്ട് അധോമാന്റിൽ സ്ഥിതി ചെയ്യുന്നു. ആ അധോമാന്റിൽ സ്ഥിതി ചെയ്യുന്നത് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ്. അധോമാന്റിൽ സ്ഥിതി ചെയ്യുന്നത് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് എന്ന് ഓർത്തോളുക. ഓക്കെ, ഇത്രയും സെറ്റാണ്. ഇനി ഭൂമിയുടെ കേന്ദ്രം കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഭൂമിയുടെ കേന്ദ്രത്തെ നമ്മൾ എന്ത് വിളിക്കുന്ന? കാമ്പ് അല്ലെങ്കിൽ കോർ. അപ്പം ഭൂമിയുടെ 3 പാളികളിലേക്ക് നമ്മൾ വന്നു. ഒന്ന് എന്നതാണ് ഭൂവൽക്കം, അല്ലെ? ഭൂവൽക്കം, അതിനെ നമ്മൾ സമുദ്ര ഭൂവൽക്കം എന്നും വൻകരാ ഭൂവൽക്കം എന്നും തിരിച്ചു, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മാന്റിലേക്ക് പോകുന്നു, അല്ലെ? ഉപരിമാന്റിൽ, അധോമാന്റിൽ. ഇനി അതിനുശേഷം ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഭൂമിയുടെ കേന്ദ്രമായ കാമ്പ് അഥവാ കോർ അത് എത്ര കിലോമീറ്റർ വരെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടു 2900 കിലോമീറ്റർ വരെ മാന്റിലാണ്. അപ്പൊ 2900 നിന്നും സ്റ്റാർട്ട് ചെയ്ത് 6371 കിലോമീറ്റർ വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ഏറ്റവും പുറന്തോട് ഭൂവൽക്കമാണ്, 40 കിലോമീറ്റർ, അല്ലെ? ഇനി ഭൂവൽക്കത്തിന് താഴെ നിന്ന് 2900 കിലോമീറ്റർ വരെ എന്താണ്? മാന്റിലാണ്. ആ 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ എന്തോന്നാണ്? കാമ്പാണ്. മനസ്സിലായി? ഇനി കാമ്പിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അക കാമ്പ്, രണ്ട് പുറം കാമ്പ്. അകക്കാമ്പും പുറക്കാമ്പും. മനസ്സിലായോടെ? ഇനി ഭൂവൽക്കത്തിന്റെ കേന്ദ്രമായ കാമ്പ് പ്രധാനമായും
നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കൾ കൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ഈ പാളിയെ നമ്മൾ എന്ത് വിളിക്കും? നിഫെ എന്ന് വിളിക്കും. മനസ്സിലായോ? എന്ത് വിളിക്കും? ഇവിടെ നിഫെ. നിക്കൽ, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നിഫെ എന്നാണ്. അപ്പൊ ഭൂമിയുടെ ഏത് പാളിയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കാമ്പാണ്. എന്താണ്? കാമ്പ്. ഓക്കെ ആണോ? ഓക്കെ ആണോടെ? അപ്പൊ നിഫെ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗത്തെയാണ്? കാമ്പിനെയാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞേ, ഉപരിമാൻഡിൽ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഉപരിമാൻഡിൽ ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ് അല്ലെ? ഉപരിമാൻഡിൽ ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലായിരുന്നു. ഓക്കെ. ഇനി അധോമാൻഡിൽ ഏതവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലായിരുന്നു. അർദ്ധദ്രാവകാവസ്ഥയിലായിരുന്നു. ഓക്കെ. ഇനി നമ്മൾ നേരെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിനെ നേരെ തിരിക്കണം. എന്ന് പറഞ്ഞാൽ പുറം കാമ്പ് ഉരുകിയ അവസ്ഥയിലാണ്. നമുക്ക് പറയാം എന്താണ്? ഒരു അർദ്ധദ്രാവകാവസ്ഥ എന്ന് വേണേൽ പറയാം. ഉരുകിയ അവസ്ഥയിലാണ് എന്ത് കാണപ്പെടുന്നത്? പുറം കാമ്പ് കാണപ്പെടുന്നത്. എന്നാൽ ഭൂമിയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് എന്ന് പഠിച്ചോണം. ഖരാവസ്ഥയിലാണ്. ഭൂമിയുടെ അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിൽ. അപ്പം ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലും അധോമാൻഡിൽ അർദ്ധദ്രാവകാവസ്ഥയിലും ആയിരുന്നു. ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത്, കാമ്പിലേക്ക് വരുന്ന സമയത്ത് പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലാണ്, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് എന്താണ്? ഖരാവസ്ഥയിലാണ്. ഇത്രയും ഓക്കെ ആയോ? ഓടിച്ചൊന്ന് ഞാൻ വായിക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നോണേ. ആദ്യം മുതൽ ഞാൻ ഓടിച്ചൊന്ന് പറയുന്നേ. യെസ്, നമ്മൾ പഠിച്ചത് പേനങ്ക് സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണെന്ന് പറഞ്ഞു. ഓക്കെ. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങൾ, അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഓക്സിബോക്സ്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപത്തിനും മർദ്ദത്തിനും എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? താപവും മർദ്ദവും ആഴം കൂടുന്നതനുസരിച്ച് കൂടുന്നു എന്ന് ഓർത്തു വെക്കണം. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ എന്നതാണ് താപനില 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. ഇനി ഇരുമ്പ് ഉരുകി തുടങ്ങുന്നതിനുള്ള താപനില എന്ന് പറയുന്നത് 1538 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ ഏകദേശം ഒരു 4-5 ഇരട്ടിയാണ് ഭൂമിയുടെ കേന്ദ്രത്തിലെ താപനില എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടിനെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് വിളിച്ചത്. ഭൂവൽക്കത്തിന് 40 കിലോമീറ്റർ കനമുണ്ടെന്ന് പറഞ്ഞു. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നീ രണ്ട് ഭാഗങ്ങളെ പറ്റി കണ്ടു. വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്കയും അലൂമിനിയം കൊണ്ടാണ് വൻകര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് സിലിക്ക, അലൂമിന. അതിൽ നിന്ന് സിയാൽ എന്ന പേര് വൻകര ഭൂവൽക്കത്തിന് ലഭിച്ചു. സമുദ്ര ഭൂവൽക്കത്തിലെ പ്രധാനപ്പെട്ട ധാതുക്കളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്? സിലിക്കയും മഗ്നീഷ്യവും. അതുകൊണ്ട് തന്നെ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരെന്താണ്? സിമ എന്നാണ്. എന്തറിയപ്പെടും? സിമ എന്ന് അറിയപ്പെടും. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിലാണ്. എന്താണ്? മാൻഡിലാണ്. മാൻഡിലിന്റെ കനം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ. 2900 കിലോമീറ്റർ ആണ്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയും എന്താണുള്ളത്? മാൻഡിലിന്റെ രണ്ട് ഭാഗങ്ങൾ ഉപരിമാൻഡിലും അധോമാൻഡിലുമാണ്. അവിടെ നമ്മൾ പഠിച്ചു സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണോ, എന്നാൽ അധോമാൻഡിൽ അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഇനി ഭൂമിയുടെ കേന്ദ്രമാണ് കാമ്പ് എന്ന് പറയുന്നത്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ രണ്ട് ഭാഗങ്ങൾ അകക്കാമ്പും പുറക്കാമ്പും. ഇതിൽ അകക്കാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലും പുറക്കാമ്പ് എന്ന് അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലുമാണ്. പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലുമാണ്. ഓക്കെ. ഇനി നിക്കൽ, ഇരുമ്പ് എന്നിവ കൊണ്ടാണ് കാമ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? നിഫെ എന്ന് വിളിച്ചു. നിഫെ. ഓക്കെ.
ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഭൂവൽക്കം. ഓക്കെ, ഭൂവൽക്കം, അതുപോലെ മാൻഡിലിന്റെ ഉപരിഭാഗം. മനസ്സിലായോ? അതായത് നേരെ പുറത്തുള്ള ഭൂവൽക്കവും അതിനോട് ചേർന്നുള്ള എന്താണ് ഉപരി മാൻഡിലും. ഈ ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് നമ്മൾ ഒരു പേര് വിളിക്കും ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. മനസ്സിലായോ? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഓക്കെ, ഇനി ഈ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർത്ഥ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂവൽക്കം, അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ഉപരിമാൻഡിൽ. ഇതിനെ രണ്ടിനെയും ചേർത്ത് നമ്മൾ വിളിച്ച പേരാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഓക്കെ, ഇതിന് തൊട്ട് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. മനസ്സിലായോ? ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. എന്താണ് അസ്തനോസ്ഫിയർ? അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ നോക്കണം, എന്താണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്ന് അറിയപ്പെടുന്ന പേര് ശിലാമണ്ഡലം. ആ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായി അർത്ഥദ്രാവകാവസ്ഥയിൽ, അതായത് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർത്ഥദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അസ്തനോസ്ഫിയർ എന്നാണ്. എന്ത് വിളിക്കും? അസ്തനോസ്ഫിയർ. ഓക്കെ, ഇനി അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് എന്ന് പറയുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ അഗ്നിപർവ്വതങ്ങൾ, ഈ അഗ്നിപർവ്വതങ്ങളുടെ വിടവിലൂടെ പുറത്തേക്ക് വരുന്ന ലാവയാണ് ഇതിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്ന പേര് ധാതുക്കൾ എന്നാണ്. അല്ലെ, ധാതുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ധാതുക്കൾ കൊണ്ടാണ് എന്ന് ഓർത്തോണം. ധാതുക്കൾ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നേരെ നോക്കുക. ഇനി ശിലകൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? കുറെ ബോസിലുകൾ, കുറെ ധാതുക്കൾ അടിഞ്ഞുകൂടി ആയിരിക്കും എന്തുണ്ടാകുന്നത്? ഈ പറഞ്ഞ ശിലകൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇത്തരത്തിലുള്ള ശിലകൾക്കിടയിൽ എന്തുണ്ടാവും? ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ശിലകൾക്കിടയിൽ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫോസിലുകൾ എന്ന് വിളിക്കും. ഇവിടെ ഫോസിലുകൾ. മനസ്സിലായോ? ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ അവസാദ ശിലകൾക്കിടയിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നവയാണ് ഫോസിൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അവസാദ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവസാദങ്ങൾ അടിഞ്ഞുകൂടിയായിരിക്കും. മീൻസ് ഇങ്ങനെ കുറച്ച് അവസാദം കിടക്കുകയായിരിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ജീവിയുടെ അവശിഷ്ടം ഇവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ വീണ്ടും എന്ത് പറ്റും? ഇതിന്റെ മുകളിലേക്ക് അടുത്ത അവസാദങ്ങൾ വന്നടിയും. അങ്ങനെ ഒരു അവസാദ ശില അവിടെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള അവസാദ ശിലകൾ ഭാവിയിൽ എപ്പോഴെങ്കിലും, മനസ്സിലായോ, അപരദനമൊക്കെ സംഭവിച്ച് അതിനിടയിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞ ഫോസിൽ കിട്ടും, അല്ലെങ്കിൽ ജീവജാലത്തിന്റെ അവശിഷ്ടം കിട്ടും. അപ്പൊ കാലപ്പഴക്കം ചെന്ന ഈ ഒരു അവശിഷ്ടം ആ സമയത്ത് എന്തായി മാറിയിട്ടുണ്ടാവും? ഒരു ഫോസിലായി മാറിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഫോസിൽ എന്ന് മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. ചിലപ്പോൾ നമ്മളോട് പറയും എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ഒരു ഫോസിൽ ഇന്ധനം ഏത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചോദിക്കാം. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം കൽക്കരി, അല്ലെ, പെട്രോളിയം, പ്രകൃതിവാതകം. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മനസ്സിലായി, ഭൂമിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്, ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കൽക്കരിയും പെട്രോളിയവും പ്രകൃതിവാതകവുമാണെന്ന് പറയാം. മനസ്സിലായ ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഓക്കെ, ഇനി ശിലകളെ അവയുടെ രൂപീകരണത്തെ അല്ലെങ്കിൽ രൂപം കൊള്ളുന്ന പ്രക്രിയയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്.
ശിലകളെ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. യെസ്. അപ്പം ശിലകളെ അവ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് 3 എന്ന് പറയുന്നത്? 1 ആഗ്നേയശില, 2 അവസാദശില, 3 കായാന്തരിത ശില. കായാന്തരിത ശില. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ വരുന്നതാണ് ആഗ്നേയശിലയാണ്. ഒന്നെന്താണ്? ആഗ്നേയശില. ആഗ്നേയശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? അതായത് ഭൂവൽക്കം, മനസ്സിലായി? ഇപ്പൊ ഇത് ഭൂവൽക്ക പാളിയാണെന്ന് വിചാരിച്ചുകൊള്ളുക, അല്ലെ? ഇതിനിടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? ഇതുപോലെ ചെറിയ പാളികൾ ഉണ്ടാവും. ഭൂവൽക്കത്തിന് ചെറിയ വിള്ളലുകൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ വിള്ളലുകളിലൂടെ ശിലാദ്രവം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ശിലാദ്രവം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഇങ്ങനെ ശിലാദ്രവം പുറത്തു വന്നോ അല്ലെങ്കിൽ ഈ വിടവുകൾക്കുള്ളിൽ വെച്ചോ ഇവിടെ വെച്ചോ എന്ത് ചെയ്യും? ഈ ശില മീൻസ് എന്താണ്? ഉരുകിയ അവസ്ഥയിലുള്ള ഈ ശിലാദ്രവം എന്തായി മാറുമടേ? തണുത്ത് ഒരു ശിലയായി മാറും. തണുത്തുറഞ്ഞൊരു ശിലയായി മാറും. അപ്പം ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണെന്ന് ഓർത്തോണം? ശിലാദ്രവത്തിൽ നിന്നാണ്. അതായത് ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ പുറത്തേക്ക് വന്നോ അല്ലെങ്കിൽ അതിനുള്ളിൽ വെച്ചോ ശിലാദ്രവം തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളാണെന്ന് പറയുന്നത് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആഗ്നേയശിലകൾ ലാവ തണുത്തുറഞ്ഞാണ് എന്തുണ്ടാകുന്നത്? ആഗ്നേയശില ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി ഈ ആഗ്നേയശിലയിൽ നിന്നാണ് മറ്റ് ശിലകളെല്ലാം ഉണ്ടാകുന്നത്. ആഗ്നേയശിലയിൽ നിന്നാണ് മറ്റു ശിലകൾ മീൻസ് അവസാദശില. ഈ ആഗ്നേയശിലകൾക്ക് അപരദനം സംഭവിച്ച് അത് അവസാദങ്ങളായി, മനസ്സിലായോ? അവസാദങ്ങൾ അടിഞ്ഞ് എന്തായി മാറും? അവസാദശില ഉണ്ടാകും. ഇനി ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് ഈ ആഗ്നേയശിലയ്ക്കോ അവസാദശിലയ്ക്കോ രൂപമാറ്റം സംഭവിച്ചാണ് എന്ത് ശില ഉണ്ടാകുന്നത്? കായാന്തരിത ശില ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ പറഞ്ഞ എല്ലാ ശിലകളും ഉണ്ടായത് ഏതിൽ നിന്നാണ്? ആഗ്നേയശില, അല്ലെ? അതായത് ആഗ്നേയശിലയ്ക്ക് രൂപമാറ്റം സംഭവിച്ച് ചിലപ്പം എന്തുണ്ടാകാം? കായാന്തരിത ശിലയുണ്ടാകാം. അതല്ലെങ്കിൽ ഈ ആഗ്നേയശിലയിൽ നിന്നും ഉണ്ടായ അവസാദശിലയ്ക്ക് രൂപമാറ്റം സംഭവിച്ച് എന്തുണ്ടാകാം? കായാന്തരിത ശില ഉണ്ടാകാം. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എല്ലാ ശിലകളും ഉണ്ടായത് ഏതിൽ നിന്നാണ്? ആഗ്നേയശില. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം ആഗ്നേയശിലയാണ് എന്നറിയപ്പെടുന്ന പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആഗ്നേയശിലയെ തന്നെ അല്ലെ നമ്മള് മാതൃശില എന്നും അറിയപ്പെടുന്നത്. ആഗ്നേയശിലയെ തന്നെയാണ് നമ്മൾ എന്തും അറിയപ്പെടുന്നത്? മാതൃശില എന്നും അറിയപ്പെടുന്നതിനെയാണ് ഈ ആഗ്നേയശിലയാണ്. ആ പോയിന്റുകൾ ഓക്കെ അല്ലേ? ഇനി പഠിച്ചോണം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ. ഓക്കെ, ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഇനി കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ടതുമായ ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു ആഗ്നേയശില ഇരിക്കുകയാണ്. ഈ ആഗ്നേയശിലയ്ക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്? പല അപരദന പ്രക്രിയ. ഇപ്പം ഇതിലെ എന്ത് പോവാണ്? വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നു. അപ്പൊ ഈ വെള്ളത്തിന്റെ ശക്തി കാരണം ഈ ആഗ്നേയശില എന്ത് പറ്റും? പൊടിഞ്ഞിട്ട് എന്ത് പറ്റും? ഈ പൊടിഞ്ഞ അവശിഷ്ടങ്ങൾ ഈ വെള്ളത്തിനൊപ്പം നേരെ ഒലിച്ചിട്ട് ഒരു താഴ്ന്ന പ്രദേശത്ത് വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ അടിയാൻ കാരണമാകും. മനസ്സിലായി? ഇങ്ങനെ കുറച്ച് അവസാദം വന്ന് അടിയും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് എന്ത് വരും? ഫോസിൽ വരും. ഇതിനിടയ്ക്ക് ഫോസിൽ വരും. വീണ്ടും എന്ത് ചെയ്യും? ഈ ജലത്തിന്റെ ഒഴുക്ക് കാരണം അവസാദം വന്ന് ഈ താഴ്ന്ന പ്രദേശത്ത് അടിയും. ഇത് കാലാന്തരത്തിൽ ഇത് എന്ത് സംഭവിക്കും? ഒരു ശിലയായി രൂപപ്പെടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അവസാദശില. നിങ്ങൾ നോക്കി, ഈ അവസാദശില അല്ലെങ്കിൽ സെഡിമെന്ററി റോക്ക് എങ്ങനെ ഉണ്ടായ? ആദ്യം കുറച്ച് അവസാദങ്ങൾ വന്ന് അടിയും. അപ്പോൾ ഒരു അടുക്കായി, അല്ലെ? വീണ്ടും എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ അവസാദങ്ങൾ വന്ന് അതിന്റെ മുകളിൽ അടിയുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? അതിന്റെ മുകളിൽ കുറച്ച് അവസാദങ്ങൾ വന്ന് അടിയുന്നു. അതായത് പല അടുക്കുകളായിട്ടാണ് അവസാദങ്ങൾ വന്ന് അടിഞ്ഞത്. അങ്ങനെ പല അടുക്കുകളായി അടിഞ്ഞ ഈ അവസാദങ്ങളിൽ നിന്ന് എന്ത് രൂപപ്പെട്ടു? അവസാദശില രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? അടുക്ക് ശിലകൾ എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പം അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നതിനെയാണ് ഈ അവസാദ ശിലകളെയാണ്
നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവ. മനസ്സിലായോ? അപ്പം ഗ്രാനൈറ്റും ബസാൾട്ടും എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമായിരുന്നെങ്കിൽ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവ എന്തിന് ഉദാഹരണമാണ്? അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ഭൗതികമോ രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആഗ്നേയശിലയുണ്ട്. ഈ ആഗ്നേയശിലയെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല ചൂടടിക്കുകയാണ്, നല്ല ചൂടടിക്കുന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം എന്ത് ചെയ്യാണ്? മഴ പെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ ചൂടടിച്ചതിലേക്ക് വെള്ളം വീഴും. അപ്പൊ ഇങ്ങനെ മാറി മാറി താപത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഈ ശില എന്ത് ചെയ്യും? പൊടിയും. ഇപ്പൊ കോൺക്രീറ്റ് കെട്ടിടത്തിനൊക്കെ തീ പിടിച്ചെന്ന് വെച്ചു. അപ്പൊ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിന് തീ പിടിച്ചിട്ട് നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും. അതിലേക്ക് നമ്മൾ പെട്ടെന്ന് വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്ന സമയം എന്ത് പറ്റും? ഈ കോൺക്രീറ്റ് പൊട്ടി താഴേക്ക് വീഴും. മനസ്സിലായി? അപ്പൊ ആ ഒരു താപവ്യത്യാസം, അങ്ങനെ ഈ താപവ്യത്യാസം കാരണം എന്ത് പറ്റും? താപവ്യത്യാസം കാരണം ഈ ശിലയ്ക്ക് രൂപമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് പൊടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇപ്പം ഒരു അവസാദ ശിലയാണ് ഇവിടെ ഉള്ളത്. ഈ അവസാദ ശിലയ്ക്ക് ഇടയിൽ ജൈവ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഈ ജൈവ അവശിഷ്ടങ്ങൾ എന്ത് കാരണമാകും? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും ഇതിനിടയ്ക്ക്. മനസ്സിലായി? അതായത് ഇതിലെ ഘടകങ്ങൾ, ധാതുക്കൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അങ്ങനെ ഈ കല്ലിന് എന്ത് പറ്റും? രൂപമാറ്റം സംഭവിക്കും. അങ്ങനെ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കായാന്തരിത ശിലകൾ എന്ന് വിളിക്കുന്നത്. കായാന്തരിത ശിലകൾ എന്ന് വിളിക്കുന്നത്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലൈറ്റ് എന്നിവ. മാർബിൾ, സ്ലൈറ്റ്. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ എന്താണ്? കായാന്തരിത ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കായാന്തരിത ശിലകൾ ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപക്ഷയം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അപക്ഷയവും അപരതനവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിലകൾ പൊട്ടിപ്പൊടിയുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപക്ഷയം. ഈ പൊട്ടിപ്പൊടിഞ്ഞ ശിലാപദാർത്ഥങ്ങൾ ഇവിടെ നിന്ന് ഒഴുകി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപരതനം എന്ന് വിളിക്കുന്നത്. അപരതനം. മനസ്സിലായ? അപരതനം. അപ്പൊ എന്താണ് അപക്ഷയം? ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപക്ഷയം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് അപക്ഷയം, എന്താണ് അപരതനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത പഠിച്ചോണം. ഇതിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനായി വരാവുന്നതാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. എന്താണ്? പെഡോളജി. മനസ്സിലായി? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെഡോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്? മണ്ണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? പെഡോളജി. ഓക്കെ, ഇനി പെഡോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണ്ണുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ. ഓക്കെ, ഇനി മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിന്റെ രൂപീകരണം, കാലാവസ്ഥ അല്ലെ? നമ്മൾ പറഞ്ഞു മാറി മാറി വരുന്ന കാലാവസ്ഥ ശിലകൾ പൊടിയുന്നതിന് കാരണമാകും. സമയം അല്ലെ? ചിലപ്പോൾ കുറേയേറെ സമയമെടുക്കും. ഇനി ഭൂപ്രകൃതി അല്ലെ? ഭൂപ്രകൃതി എന്തിന് കാരണമാകും? മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകും. സസ്യങ്ങളും ജന്തുക്കളും എന്തിനെ സ്വാധീനിക്കും? മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കും. മാതൃശില. ഓക്കെ, ഇതൊക്കെയാണ് എന്തിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥ, സമയം, ഭൂപ്രകൃതി, സസ്യങ്ങളും ജന്തുക്കളും, മാതൃശില. ഓക്കെ, ഇനി ലോക മണ്ണ് ദിനം എന്നാണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5 എന്ന് പറയുന്നത് ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5. ഇനി അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. എനിക്ക് തോന്നുന്നല്ല 2015 മണ്ണ് വർഷമായിട്ടും അതുപോലെ പ്രകാശ വർഷമായിട്ടും ആചരിച്ചിട്ടുണ്ട്.
മണ്ണ് വർഷം 2015, പ്രകാശ വർഷവും 2015. ഇത്ര ഓക്കെ ആണോ? അടുത്ത് കേട്ടോണം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? രാസിക അപക്ഷയം എന്ന് വിളിക്കും. രാസിക അപക്ഷയം. ഒന്നുമില്ലടെ രാസപ്രവർത്തനം മൂലമുണ്ടാകുന്ന വിഘടനം അല്ലെങ്കിൽ അപക്ഷയം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാസിക അപക്ഷയം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് അപക്ഷയം? ജൈവിക അപക്ഷയം എന്ന് പറഞ്ഞാൽ ജൈവജാലങ്ങളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന അപക്ഷയം. നോക്ക്, സസ്യങ്ങളുടെ വേരുകൾ, മനസ്സിലായോ? ശിലകളിലെ വിടവുകളിലേക്കും സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളമുണ്ടാകുന്നതും സസ്യ ജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ എന്തിന് കാരണമാകും? അപക്ഷയത്തിന് കാരണമാകും. അത്തരത്തിലുള്ള അപക്ഷയത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ജൈവിക അപക്ഷയം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ജൈവിക അപക്ഷയം. അടുത്താണ് ഭൗതിക അപക്ഷയം. ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? താപത്തിന്റെ ഏറ്റക്കുറച്ചിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താപം കൂടുന്നു, കുറയുന്നു, അല്ലേ? അതുപോലെ ഇതിനകത്തുള്ള ധാതുക്കൾ, ശിലാധാതുക്കൾ, അതിന്റെ സങ്കോചം, വികാസം, ഓക്കെ, ഇതൊക്കെ എന്തിന് കാരണമാകാറുണ്ട്? ഈ പറഞ്ഞ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. ഇത്തരത്തിലുള്ള അപക്ഷയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൗതിക അപക്ഷയം എന്ന് വിളിക്കുന്നത്. അപ്പൊ രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്നത് രാസിക അപക്ഷയം, ജൈവജാലങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നത് ജൈവിക അപക്ഷയം, താപവ്യത്യാസം, ശിലാധാതുക്കളുടെ വികാസം, സങ്കോചം എന്നീ ഭൗതിക പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നത് ഭൗതിക അപക്ഷയം. ഇത്രയും മനസ്സിലായോടെ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആയോ? അപ്പൊ നമ്മൾ ആ ഒരു ചാപ്റ്ററും വിജയകരമായി തീർത്തിരിക്കുകയാണ്. മനസ്സിലായ? PDF